നമ്മുടെ ചാനലിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഗ്ലാസ് കേക്കിന്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന മിനിമം ഇൻഗ്രീഡിയൻസ് മാത്രം ആവശ്യമുള്ള ഒരു നല്ല ഭംഗിയുള്ള കേക്കാണിത്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഗ്ലാസ് കേക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ജെലാറ്റിനാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് തണുത്ത വെള്ളം ആഡ് ചെയ്ത് നമുക്കിതിനെ ഒന്ന് കുതിർക്കാൻ വയ്ക്കാം. ജെലാറ്റിൻ റെഡിയാകുന്ന നേരത്ത് നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് പാൻ ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പം അതിലേക്ക് ഒരു 4 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം ചെറുതായിട്ട് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കൊരു 1 കപ്പ് ഷുഗർ അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുത്ത് ഈ പഞ്ചസാര ഒന്ന് അലിയിപ്പിച്ചെടുക്കണം. വെള്ളം തിളയ്ക്കാൻ അനുവദിക്കരുത്. അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. ഈ സ്റ്റേജിൽ നമുക്ക് ജെലാറ്റിൻ ആഡ് ചെയ്യാം. ജെലാറ്റിൻ നന്നായിട്ട് അലിഞ്ഞു ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്കിനി ചെയ്യേണ്ടത് നമ്മുടെ കേക്കിൻ്റെ ബേസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ജെലാറ്റിനും ഷുഗറും ഒക്കെ ചേർന്ന് നമ്മൾ അലിയിപ്പിച്ചെടുത്ത ആ ലിക്വിഡ് റൂം ടെമ്പറേച്ചറിലേക്ക് വന്നിട്ടുണ്ട്. അതിനകത്തുനിന്ന് ഒരു 2 കപ്പ് എടുത്ത് ഈ കേക്ക് പാനിനകത്തേക്ക് നമുക്ക് ഒഴിക്കാം. നമുക്ക് നമ്മുടെ പാൻ ഇനി ഒരു 20 മിനിറ്റ് നേരത്തേക്ക് ഫ്രീസ് ചെയ്യാൻ റെഫ്രിജറേറ്ററിനകത്ത് വെക്കാം. കേക്കിൻ്റെ ബേസ് റെഡിയാകുന്ന ടൈം കൊണ്ട് നമുക്ക് നമ്മുടെ ഫ്രൂട്ട്സ് എല്ലാം റെഡിയാക്കി വെക്കാം. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള മധുരമുള്ള ഫ്രൂട്ട്സ് ഏതൊക്കെയാണോ അതെല്ലാം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് റാസ്ബെറി എടുത്തിട്ടുണ്ട്. അതുപോലെ കിവി റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. പീച്ച് എടുത്തിട്ടുണ്ട്, അത് തിന്നായിട്ട് സ്ലൈസ് ചെയ്തത് നീളത്തിൽ. പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ സ്ട്രോബെറി, പിന്നെ ആപ്പിൾ എടുത്തിട്ടുണ്ട്, ഓറഞ്ച് ഉണ്ട്, പിന്നെ കുറച്ച് മാംഗോ സ്ലൈസ് ചെയ്തത് എടുത്തിട്ടുണ്ട്, ഗ്രേപ്സ് എടുത്തിട്ടുണ്ട്, പോമഗ്രാനൈറ്റ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ റെഡ് ചെറീസും എടുത്തിട്ടുണ്ട്. ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേക്കിൻ്റെ ബേസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫ്രൂട്ട്സ് വെച്ച് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ഫ്രൂട്ട്സ് ഇതിനകത്തേക്ക് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അത് പാൻ ഫുള്ളായിട്ട് ഫ്രൂട്ട്സ് ഇടരുത്. ഇനി നമുക്ക് കുറേശ്ശെ നമ്മുടെ ജെല്ലിയുടെ കുറേശ്ശെ നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഫ്രൂട്ട്സിൻ്റെ അതേ ലെവലിൽ ജെല്ലി ആഡ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനി ഒരു 20 മിനിറ്റ്സ് നേരത്തേക്ക് നമുക്ക് റെഫ്രിജറേറ്ററിൻ്റെ ഫ്രീസർ സെക്ഷനിലേക്ക് മാറ്റാം. ഇപ്പോൾ ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക്
ഈ ഒരു കണ്ടീഷനിലാണ് ഉള്ളത്. ഇനി നമുക്ക് ഇതിന് മുകളിൽ ഒരു ലെയർ കൂടി പ്രിപ്പയർ ചെയ്യണം. അതിനുവേണ്ടി ജെല്ലിക്കകത്തേക്ക് കുറച്ച് സ്ട്രോബെറി എക്സ്ട്രാക്റ്റ് ആഡ് ചെയ്യുവാണ്. സ്ട്രോബെറി എക്സ്ട്രാക്റ്റ് ആഡ് ചെയ്തു. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു തുള്ളി റെഡ് കളറൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ കേക്കിലേക്ക് ഒഴിച്ച് ഒരു ലെയർ കൂടെ സെറ്റ് ചെയ്യും. കളർ ഒഴിച്ച് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ജെല്ലി പയ്യെ ഈ കേക്കിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഫ്രൂട്ട്സ് നന്നായിട്ട് കവർ ചെയ്ത് ഒരു ലെയറാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. നമുക്ക് ഇനി ഈ പാൻ റെഫ്രിജറേറ്ററിൻ്റെ നോർമൽ സെക്ഷനിലേക്ക് മാറ്റാം. അതായത് നമ്മൾ ചോറും കറികളും ഒക്കെ വെക്കുന്ന ആ നോർമൽ ഏരിയയിലേക്ക് നമുക്ക് ഈ പാൻ മാറ്റാം. ഏകദേശം ഒരു 3.5 മണിക്കൂർ അവിടെ കീപ്പ് ചെയ്യണം. 3 മണിക്കൂറോളം റെഫ്രിജറേറ്ററിൽ വെച്ചതിന് ശേഷം നമ്മൾ കേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ ഗ്ലാസ് കേക്ക് റെഡി ആയിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുള്ള ഒരു കേക്കാണിത്.